കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് എസ്എഫ്ഐയുടെ പ്രതിഷേധം നടക്കുകയാണ്. 15 വോട്ടുകൾ എണ്ണരുതെന്ന് കോടതി നിർദ്ദേശമുള്ളതിനാൽ തീർപ്പ് വന്നതിന് ശേഷം മാത്രം മുഴുവൻ വോട്ടുകളും എണ്ണിയാൽ മതിയെന്ന വിസിയുടെ തീരുമാനത്തിനെതിരെയാണ് എസ്എഫ്ഐ പ്രതിഷേധിക്കുന്നത്. കോടതി വിലക്കിയിട്ടുള്ള വോട്ടുകൾ മാറ്റിവെച്ച് മറ്റ് വോട്ട് എണ്ണണം എന്നുള്ളതാണ് എസ്എഫ്ഐയുടെ ആവശ്യം. ഇപ്പോൾ പ്രതിഷേധം തുടരുകയാണ്. കോടതി വിലക്കിയിരിക്കുന്നത് 15 പേരുടെ. ഇന്ന് 1:45 കോടതി ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കും. അതുവരെ 15 പേരുടെ വോട്ടുകൾ എണ്ണരുത് എന്നുള്ളതാണ് കോടതിയുടെ തീരുമാനമായി വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്തിമ തീരുമാനം വന്നതിന് ശേഷം മാത്രം വോട്ടെണ്ണൽ നടത്തിയാൽ മതി എന്നുള്ളതാണ് വിസിയുടെ തീരുമാനം. 1 മണിക്കാണ് സാധാരണഗതിയിൽ വോട്ട് എണ്ണേണ്ടത്. പക്ഷേ കോടതി തീരുമാനം വന്നതിന് ശേഷം വോട്ടെണ്ണിയാൽ മതി എന്ന വിസിയുടെ തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ എസ്എഫ്ഐ പ്രതിഷേധിക്കുന്നത്. കോടതി വിലക്കിയിട്ടുള്ള വോട്ടുകൾ എണ്ണേണ്ടതില്ല, ബാക്കിയുള്ള വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എസ്എഫ്ഐയുടെ ആവശ്യം. CPM-ന്റെ മുതിർന്ന നേതാക്കളടക്കം കടമ്പള്ളി സുരേന്ദ്രൻ അടക്കം യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. വിസിയുടെ അധികാര പരിധിയിൽ പെടുന്ന കാര്യമല്ല ഇത് എന്നുള്ളതാണ് CPM ആരോപിക്കുകയും ചെയ്യുന്നത്. ഇതിൽ ഇടപെടേണ്ടതില്ല, ഇത് ഭരണാധികാരിയുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. കോടതി വിലക്കുണ്ടെങ്കിൽ അത് നടത്തിയാൽ മതി, അതിനപ്പുറത്തേക്ക് ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യം വിസിക്കില്ല. രാഷ്ട്രീയ ഇടപെടലാണ്, തട്ടുപൊളിപ്പൻ നിലപാടാണ് എടുക്കുന്നത് എന്നുള്ളതാണ് കടകംപള്ളി സുരേന്ദ്രൻ നേരത്തെ ആരോപിച്ചത്. പ്രതിഷേധം തുടരുന്നു. പ്രശാന്ത് കൃഷ്ണൻ വിവരങ്ങൾ നൽകും. പ്രശാന്ത്, പ്രതിഷേധം സംഘർഷത്തിലേക്ക് കടക്കുകയാണോ? സർവകലാശാല ആസ്ഥാനത്ത് അകത്തേക്ക് കടന്നു കയറാൻ ശ്രമിച്ച SFI പ്രവർത്തകരെ പോലീസ് തടയുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. വിസിക്കെതിരെ പ്രതിഷേധവുമായി കൂടുതൽ SFI പ്രവർത്തകർ സർവകലാശാലയുടെ പ്രധാന കവാടത്തിലേക്ക് എത്തി. ഈ സമയം കൂടുതൽ പോലീസിനെ ഇവിടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നു. അവർ ഇവരെ തടഞ്ഞു, അകത്തേക്ക് കയറ്റിവിടാൻ തയ്യാറായില്ല. ഇതോടെയാണ് പോലീസും SFI പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നത്. പോലീസുകാരന് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. 1 മണിക്കാണ് സർവകലാശാല ആസ്ഥാനത്ത് സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നിശ്ചയിച്ചിരിക്കുന്നത്. 1 മണിക്ക് വോട്ടെണ്ണൽ നടത്താൻ വിസി ആയില്ലെങ്കിൽ കടുത്ത പ്രതിഷേധം ഉണ്ടാകും എന്ന സൂചന തന്നെയാണ് നേരത്തെ കടകംപള്ളി സുരേന്ദ്രനെല്ലാം സംസാരിച്ചപ്പോൾ നൽകിയത്. അത്തരത്തിലൊരു തീരുമാനമാണ് രാഷ്ട്രീയമായും അവർ സ്വീകരിച്ചിട്ടുമുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണുന്നതിൽ തർക്കം, പ്രതിഷേധം സംഘർഷത്തിലേക്ക് കടക്കുകയാണ്.